ഇടുക്കി മൂന്നാറിൽ പോലീസ് വാഹനം ദുരുപയോഗം ചെയ്തതായി സംശയം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥൻ മൂന്നാർ കൺട്രോൾ റൂമിന്റെ വാഹനം സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുവെന്ന സംശയം. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മൂന്നാർ ഹൈസ്കൂളിൽ ഗാർഡ് ഡ്യൂട്ടിയിൽ നിയോഗിച്ചിട്ടുള്ള CISF അസിസ്റ്റന്റ് കമാൻഡറാണ് വാഹനം ദുരുപയോഗം ചെയ്തതായി സംശയിക്കുന്നത്. പോലീസ് വാഹനത്തിൽ കുടുംബസമേതം യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. മിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. മിനീഷ്, എന്തായാലും പോലീസ് വാഹനമാണ് ദുരുപയോഗം ചെയ്തു എന്നൊരു സംശയം പുറത്തേക്ക് വരുന്നത്. ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും കാർത്തു, അത്തരത്തിൽ തന്നെയാണ് ഒരു സംശയം നിലവിൽ വന്നിരിക്കുന്നത്. CISF അസിസ്റ്റന്റ് കമാൻഡർ ആണ് ഈ കുടുംബവുമായി പോലീസ് വാഹനത്തിൽ കറങ്ങുന്നതായി ഒരു സംശയം വന്നിരിക്കുന്നത്. ഏതായാലും കുടുംബമാണോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. ഈ ഉദ്യോഗസ്ഥൻ എവിടെ നിന്ന് ഇരവികുളം നാഷണൽ പാർക്കിലേക്കും അതോടൊപ്പം തന്നെ ദേവികുളം റോഡിലുള്ള ഗ്യാപ്പ് റോഡിലും സന്ദർശനം നടത്തുന്നു. അതോടൊപ്പം തന്നെ മൂന്നാർ ടൗണിൽ ഇറങ്ങി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അദ്ദേഹം സാധനങ്ങൾ വാങ്ങുന്നു. പിന്നീട് വാഹനത്തിൽ കയറി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഇദ്ദേഹം വന്നിരിക്കുന്നത് ഈ മൂന്നാറിലെ ഹൈസ്കൂളിലെ പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന ഗാർഡ് ഡ്യൂട്ടിക്ക് എത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹമാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിൽ ചുറ്റിക്കറങ്ങുന്നതായി നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. നിലവിൽ അത്തരത്തിൽ തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഗാർഡ് ഡ്യൂട്ടി എത്തിയ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഗ്യാപ്പ് റോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ ഇരവികുളം ദേശീയോദ്യാനത്തിലടക്കം ചുറ്റിക്കറങ്ങുന്നത്. ഏതായാലും ഇത് എല്ലാം തന്നെ ജനങ്ങൾ ശ്രദ്ധയിൽ കൃത്യമായി തന്നെ പെട്ടിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഒരു പരാതി ഉയരുവാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ പോലീസ് കൺട്രോൾ റൂമിന്റെ വാഹനമാണ് അനധികൃതമായി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം മൂന്നാറടക്കമുള്ള പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്കിനപ്പെട്ട സാഹചര്യമാണ്. അത്തരത്തിൽ പോലീസ് പല സ്ഥലങ്ങളിൽ ഓടിയെത്തണമെങ്കിൽ വാഹനങ്ങൾ കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ട്രാഫിക് കൺട്രോൾ റൂമിന്റെ വാഹനമാണ് പോലീസ് അത്തരത്തിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഗാർഡ് ഡ്യൂട്ടിക്ക് എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും പോകുന്നു, വിനോദസഞ്ചാര മേഖലയിലെല്ലാം പോയി കറങ്ങി തിരിയുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും കുടുംബമാണോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാർത്തു, ശരി, മിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.